ഞാനും മോളും മാത്രമേ ഉണ്ടായുള്ളൂ വീട്ടിൽ. അപ്പോൾ ഉറക്കത്തിൽ ഭയങ്കര ഒരു ഗന്ധം വരുന്നുണ്ട് മൂക്കിലേക്ക്. അപ്പം ഞാൻ പറഞ്ഞു മോളെ ഭയങ്കര സ്മെല്ല് എന്ന് പറഞ്ഞു. അങ്ങനെ വാതിൽ തുറന്നു നോക്കുമ്പോൾ ഒരു ഹെലികോപ്റ്ററിൻ്റെ മുഴക്കം. അപ്പോൾ ജനാല് തുറന്നു നോക്കി. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു ആന വന്നാൽ ഭയങ്കര ആർപ്പ് വിളിയും പടക്കം പൊട്ടിക്കുക അതായിരിക്കും വിചാരിച്ചു. പിന്നെ പോയി വാതിൽ തുറന്നു നോക്കുമ്പോൾ രണ്ട് ഭാഗം വെള്ളവും ഇതൊക്കെ വന്നു. എന്തായാലും വിടില്ല, മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ എന്നും പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഈ പോസ്റ്റൊക്കെ വീണ് കിടക്കുക. ഇത്ര കാണ്ടുപോയി. അതൊന്ന് ഞങ്ങൾ വലിച്ചു കയറി. അമ്മ ആ സമയത്ത് ആരൊക്കെയാ വീട്ടിലുണ്ടായിരുന്നത്? ഞാനും മോള് മാത്രമേ ഉണ്ടാവുള്ളൂ. ഞങ്ങളെ അയൽവാസി ഞങ്ങളെ വിളിക്കുകയാണ്, അവർക്കും ഇങ്ങോട്ട് ഇറങ്ങാൻ വയ്യ. അപ്പോൾ ഇത്രയും ഞങ്ങൾ താന്നുപോയി. വേറെ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ടോർച്ചും എടുത്ത് മൊബൈലൊക്കെ ഓടുന്ന ഓട്ടത്തിൽ പോയി. അങ്ങനെ ഞങ്ങൾ വേറെ മുകളിലൊരു വീടുണ്ട്, ആ വീട്ടിലേക്ക് ഞങ്ങൾ കയറിയപ്പോൾ രണ്ടാമത്തെ പൊട്ട് വന്നപ്പോൾ അവിടുന്ന് ഞങ്ങൾ ഓടി. അതിൽ ഞങ്ങളെ മൊബൈലെല്ലാം ഞങ്ങളെ കയ്യത്തെ പോയി. പിന്നെ നമ്മൾ തടി കൊണ്ട് രക്ഷപ്പെടാമെന്ന് പറഞ്ഞിട്ട് കാപ്പിയും മുള്ളും ഒക്കെയാണ് അതിലേക്ക് പിടിച്ചു കയറി ഞങ്ങൾ ആ കുന്ന് പോകുമ്പോൾ പിന്നെ അവിടെ മൂന്നാമത്തെയും വന്നു, നാലാമത്തെയും. ഞങ്ങൾ അടുത്ത് വരെ വന്നു. മരങ്ങളൊക്കെ കുലുങ്ങി പ്രാർത്ഥിച്ചു, മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ. ദൈവത്തിനെ വിളിച്ച് ഞങ്ങളെല്ലാവരും 15 ആൾക്കാരുണ്ടായി. വിളിച്ചങ്ങ് കരഞ്ഞപ്പോൾ ആ മരമൊക്കെ ശാന്തതായി പോയി. മക്കളെ, ഒരു അത്ഭുതം, പുനർജന്മം ഞമ്മക്ക് ദൈവം തന്നതാണ്. ഒന്നുമില്ല, ഞങ്ങളെല്ലാം പോയി ഇട്ടുവിട്ട ഭക്ഷണങ്ങളും എല്ലാം അടുത്ത ഇവിടെ അച്ചൂര് പറയുന്ന ഒരു വീട്ടിലേക്കാണ് ഞങ്ങളെ കൊണ്ടുവന്നത്. അവരെ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് വന്നു. അപ്പോഴത്തേക്ക് മരുമകൻ വന്ന് ഞങ്ങളെ കൽപ്പറ്റയൊക്കെ വീട്ടിൽ കൊണ്ടുപോയി. അപ്പം ശരീരം മൊത്തം വേദന. എന്താ പറയുക, കാട്ടിക്കൂടെ നേരെ 6 മണി വരെ ഓടിക്കളിക്കുക, വെട്ടൊന്നുമില്ല. ചില ആൾക്കാർ പറയും ഇങ്ങോട്ട് ഓടി വരല്ലേ എന്ന്. അപ്പം നോക്കുമ്പോൾ ഇതിലെ വരുന്നു, എവിടെയാ ഓടുക? എല്ലാം പോയി. ഞങ്ങൾക്ക് ഇനി ഒന്നുമില്ല. ഇനി നമുക്ക് വല്ലതും സർക്കാർ തന്നാൽ മാത്രം.